ഹലോ, നമസ്കാരമുണ്ട്. നൈഫ് ബൈ സൽമാൻ റഷ്ദി, മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ. സൽമാൻ റഷ്ദി എന്ന പേര് കേൾക്കുമ്പം പല ആൾക്കാർക്കും ആദ്യം ചിലപ്പോൾ മനസ്സിൽ വരിക സാറ്റാനിക് വേഴ്സസ് എന്നുള്ള പുസ്തകമായിരിക്കും. 88 എഴുതിയ പുസ്തകമാണ്, റിലീസായ പുസ്തകമാണ് സാറ്റാനിക് വേഴ്സസ്. അത് കഴിഞ്ഞ് എത്രയോ പുസ്തകങ്ങൾ സൽമാൻ റഷ്ദി എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പല ആൾക്കാരും സ്റ്റക്കായി കിടക്കുന്നത് 88 എഴുതിയ സാറ്റാനിക് വേഴ്സസിലാണ്. അതിന് കാരണം ആ പുസ്തകം ക്രിയേറ്റ് ചെയ്ത കോൺട്രവേഴ്സിയും പ്രോബ്ലംസുമാണ്. അതായത് ആ പുസ്തകം റിലീജിയസ് ബ്ലാസ്ഫെമി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറാനിലെ ഖുമൈനി അതിനെ ഫത്വ പ്രഖ്യാപിക്കുകയാണ്. ഇയാളെ സൽമാൻ റഷ്ദീനെ കൊന്നാളെന്നറിയാൻ ഇങ്ങനെ പുസ്തകം എഴുതിയുണ്ട്. ആ പുസ്തകം പല സ്ഥലങ്ങളിൽ ബാൻ ചെയ്യുകയാണ്, ആൾക്കാർക്ക് വായിക്കാൻ പറ്റാണ്ട്. അതായത് അത് വായിച്ചാൽ പ്രശ്നമാണെന്നുള്ളതുകൊണ്ട്. അതായത് റിലീജിയസ് അല്ലാത്ത ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും ആ പുസ്തകം ബാൻ ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിലൊരു വലിയ പ്രശ്നമുണ്ട്, പുസ്തകങ്ങൾ ബാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് കൊടുക്കട്ടെ. അപ്പം അങ്ങനെ ഇയാൾക്ക് നേരെ ഈ ഫത്വ പ്രഖ്യാപിച്ചതിന് ശേഷം എത്രയോ വർഷങ്ങൾ, ഡെക്കേഡ്സ്, ഹി ലിവ്സ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റാണ്ട് ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിലും പോയി ജീവിക്കേണ്ടി വരികയാണ്. അതായത് ഒരു ബിസി സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന, തിരക്കുള്ളൊരു സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന സമയത്ത് എപ്പോഴും ചുറ്റും ആരെങ്കിലും എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു സംഭവം നടക്കുന്നുണ്ടോ, എന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കി ജീവിക്കേണ്ടി വരിക. ഡെക്കേഡ്സ് അങ്ങനെ ജീവിക്കേണ്ടി വരിക ഓരോ രാജ്യങ്ങളിലും. പുതിയൊരു രാജ്യത്ത് പോകുമ്പോഴും ഇതാണ് ചിന്ത. അതായത് എപ്പോഴും പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ എപ്പോഴും തൻ്റെ ലൈഫ് അപകടത്തിലാണ് എന്ന് വിചാരിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതൊക്കെ നോർമലൈസ് ചെയ്തിട്ട് ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോഴാണ് ഒരു വേദിയിൽ ജനങ്ങളുടെ ഇടയിൽ നിന്നൊരാൾ ചാടി വരുന്നതും കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നതും. കുറേ കുത്തി ഒരു കണ്ണ് നഷ്ടപ്പെടുന്നു, റിക്കവറിക്ക് ധാരാളം സമയമെടുക്കുന്നു. അങ്ങനെ അപ്പോൾ ആ ഒരു സമയത്തെക്കുറിച്ചാണ് റഷ്ദി എഴുതുന്നത്. വാട്ട് വെന്റ് ത്രൂ ഹിസ് മൈൻഡ് എന്താണെന്നുള്ളത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ബുക്ക് ടു ബി റെഡ്. സാറ്റാനിക് വേഴ്സസ് ജാപ്പനീസിലേക്ക് തർജ്ജമ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഹിതോഷി എന്നാണ് തോന്നുന്നു അയാളുടെ പേര്. അയാളെ കുത്തിക്കൊന്നതാണ്. അതായത് ആ പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് പറഞ്ഞാലും ആ വ്യക്തി പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. അതിൽ നിന്ന് കുറേ മാറിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. പക്ഷേ എല്ലാം മാറി എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തുമാണ് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ചാടി കുത്തുന്നത്. അതായത് ഇന്നും കുറേ ആൾക്കാരുടെ മനസ്സിൽ ഇത്രയൊക്കെ പുസ്തകങ്ങൾ എഴുതിയാലും ഇത്രയൊക്കെ കാലം കടന്നു പോയാലും സാറ്റാനിക് വേഴ്സസിൽ സ്റ്റക്കായി കിടക്കുന്ന ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സൽമാൻ റഷ്ദിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് അയാളുടെ പുസ്തകങ്ങളും അയാളുടെ എഴുത്തും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. സൽമാൻ റഷ്ദിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് അയാളുടെ എഴുത്തിൻ്റെ സ്റ്റൈലും അയാളുടെ എഴുത്തും ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവും. പക്ഷെ കുറേ ആൾക്കാരുണ്ട് സൽമാൻ റഷ്ദിയുടെ പുസ്തകങ്ങളെ വായിക്കാത്ത ആൾക്കാർ. സൽമാൻ റഷ്ദിയുടെ പുസ്തകങ്ങൾ വായിച്ചില്ലെങ്കിലും ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അയാൾക്ക് എന്തും എഴുതാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നും അയാളുടെ മുകളിൽ ഒരു ഫത്വ പ്രഖ്യാപിക്കാൻ, അയാളുടെ എന്നല്ല ഒരു എഴുത്തുകാരൻ്റെ മുകളിലും അങ്ങനത്തെ, അല്ല ഒരു മനുഷ്യജീവിയുടെ മുകളിലും ഫത്വ എന്നുള്ള സാധനമൊന്നും പ്രഖ്യാപിക്കരുത്, അതൊക്കെ പ്രാകൃതമായ ഒരു സംഭവമാണ് എന്ന് വിചാരിക്കുന്നൊരു വിഭാഗം. പിന്നുള്ളത് സാറ്റാനിക് വേഴ്സസ് വായിച്ചിട്ടില്ല, അതിലെ കോൺട്രവേഴ്സി എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും സൽമാൻ റഷ്ദിൻ്റെ ജീവൻ്റെ പിന്നാലെ പാഞ്ഞു നടക്കുന്ന കുറേ ചങ്ങായിമാർ. അതിലുള്ള ഒരാളാണ് ഇപ്പോൾ സൽമാൻ റഷ്ദീനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത്. അപ്പോൾ സൽമാൻ റഷ്ദി കൈൻഡ് ഓഫ് ഹാസ് എ കോൺവെർസേഷൻ വിത്ത് ദിസ് ഗൈ. പല കാര്യങ്ങളുണ്ട്. അതായത് ആ റിക്കവറീൻ്റെ ആ പ്രോസസ്സ് എന്തൊക്കെ നടന്നു, എങ്ങനെ എന്നുള്ളതൊക്കെ വളരെ, ആൻഡ് ഈസ് ആൻ അമേസിങ് റൈറ്റർ. അപ്പം ദ ഡെപ്പിക്ഷൻ ഓഫ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ആൻഡ് വാട്ട് ഹി വെന്റ് ത്രൂ എഴുതുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആസ് എൻ അമേസിങ് ഓത്തർ ഇറ്റ്സ് ഭയങ്കര, നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പുസ്തകം കൂടിയാണ്. പിന്നെ അസാസിനെ എ എന്നാണ്, ഈ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിച്ച ആളെ എ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ കൂടിയാണ്. എന്തിനാണ് നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. ഇയാൾ പിടിച്ചു കഴിഞ്ഞിട്ട് അയാൾ വായിച്ചിട്ടില്ല. അപ്പോൾ അയാൾ ആ പുസ്തകം വായിച്ചിട്ടില്ല എങ്കിലും സൽമാൻ റഷ്ദിയോട് ഭയങ്കര ദേഷ്യം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ ധാരാളം വീഡിയോസ് വരുന്നുണ്ട് ഇപ്പോഴും. 1988 ഈ പുസ്തകം ഇറങ്ങി, അങ്ങനെ ഫത്വ പ്രഖ്യാപിച്ചു. ഇന്നും അന്ന് ആ കൊമ്മൈനിയോ പോയി. ഈ പയ്യൻ എന്ന് പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ ചില സമയത്ത് അസാസ് എന്ന് പറയുന്ന സമയത്ത് ചില സമയത്ത് സൽമാൻ റഷ്ദി പറയുന്നുണ്ട് എന്തൊരു ചെറുപ്പാണ് അയാൾ. അതായത് എന്തൊക്കെ അയാളുടെ ജീവിതം കൊണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു.
പോസിറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് സമൂഹത്തിന് ഗുണമുള്ള പല കാര്യങ്ങളും അയാൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ചില യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് റാഡിക്കലൈസ് ആയിട്ട് ഒരാളെ കൊല്ലാൻ വേണ്ടി പോവുക. അത് കൊല്ലാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും അയാളുടെ സ്വന്തം ജീവിതം കുറേ നാശനഷ്ടങ്ങൾ വരുത്താൻ പറ്റി മറ്റാൾക്ക് എന്നുണ്ടെങ്കിലും നൗ ഹി സ്റ്റക്ക് ഇൻ ജയിൽ. അയാളുടെ ജീവിതത്തിൽ ഒരു ടോട്ടലി അൺപ്രൊഡക്റ്റീവായി പോയതാണ്. അപ്പം അതിന് ഉത്തരവാദി ആരാണ് എന്നുള്ളൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഈ യങ്സ്റ്റേഴ്സിനെ റാഡിക്കലൈസ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന വയലൻസ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതിന് ഉത്തരവാദിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പുസ്തകം എഴുതണോ എഴുതണ്ടേ എന്നുള്ള സംശയത്തിലായിരുന്നു റഷ്ദി എന്നാണ് പറയുന്നത്. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഹി റോട്ട് ദ ബുക്ക് ബിക്കോസ് നൗ ഐ എം ഏബിൾ ടു ടോക്ക് അബൌട്ട് ഇറ്റ്, വി ആർ ഏബിൾ ടു ഡിസ്കസ് പ്രോബ്ലി. കാരണം നമ്മളുടെ ഒന്നും കുട്ടികൾ റാഡിക്കലൈസേഷനിൽ നിന്നും ടോട്ടലി ഇമ്മ്യൂൺ അല്ല. എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളെ കുട്ടികൾ അത് ഇപ്പം ഇന്ന മതമാണോ, ഇന്ന ജാതിയാണോ, ഇന്ന റേസാണോ, ഇന്ന പൊളിറ്റിക്സ് ആണോ, ഇതൊന്നും അല്ല. പക്ഷെ എല്ലാ വിഭാഗങ്ങളിലും ഭയങ്കരമായിട്ട് റാഡിക്കലൈസ് ചെയ്യുന്ന വയലൻസ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. ലെഫ്റ്റിൽ നോക്കൂ, റൈറ്റിൽ നോക്കൂ, ഏതൊക്കെ റേസിൽ നോക്കൂ, കൾട്ടുകളിൽ നോക്കൂ. അപ്പം യൂട്യൂബ് വഴിയൊക്കെ നമ്മളുടെയൊക്കെ കുട്ടികൾ എപ്പോഴെങ്കിലുമൊക്കെ എന്തൊക്കെ പറഞ്ഞാലും റാഡിക്കലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ യൂട്യൂബിലൊക്കെ വരുന്ന വയലൻസ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന വീഡിയോസ്, റാഡിക്കലൈസേഷൻ്റെ വീഡിയോസ്, ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് സമൂഹത്തിന്. ചിലപ്പം ഈ കക്ഷി ഈ റാഡിക്കലൈസേഷൻ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പം പല കോളേജിലും പോയി പഠിച്ച് മര്യാദയ്ക്ക് ഹി വുഡ് ഹവ് ബീൻ എ പ്രൊഡക്റ്റീവ് കോൺട്രിബ്യൂട്ടിങ് മെമ്പർ ഓഫ് ദ സൊസൈറ്റി. അതിന് പകരം ഒരാളെ കുത്തിക്കൊല്ലാൻ നോക്കിയിട്ട് ജയിലിൽ കിടണം. ആൻഡ് സൽമാൻ റഷ്ദി ഈസ് ആസ്കിങ്, എങ്ങനെയാണ് നിങ്ങൾ ജനിക്കുന്നതിൻ്റെ മുമ്പ് എഴുതിയൊരു പുസ്തകം എങ്ങനെയാണ്, ഹൗ ഡു യു ഗെയിൻ ദാറ്റ് ഹേറ്റ്രഡ് ടുവേർഡ്സ് മീ എന്നുള്ളത്. ഇനിയിപ്പം മതത്തിൻ്റെ മുകളിലുള്ളതാണെങ്കിൽ അയാൾ പറയുക 9/11 കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ചപ്പുറത്തൊരു മോസ്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആശയം വന്നു. അതായത് മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട്. കാരണം 9/11 വന്നു കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലും മുസ്ലിംസിനെതിരെ ഉണ്ടാവുന്നൊരു, കാരണം അത് അറ്റാക്ക് ചെയ്ത ആൾക്കാർ ഇസ്ലാം മതവിശ്വാസികളാണ് അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളാണ് എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള അതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ അങ്ങനത്തെ ആൾക്കാരും കൂടെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അവർ മോസ്ക് ഉണ്ടാക്കുന്നത് മതസൗഹാർദ്ദമാണ്. അന്ന് അങ്ങനെ ഒരു മോസ്ക് ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് ആര്? സൽമാൻ റഷ്ദി. സത്താനിക് വേഴ്സസ് എഴുതിയെന്നും പറഞ്ഞ അയാളുടെ വിദ്വേഷൻ ആൾക്കാരുണ്ടാവുമ്പോൾ തന്നെ. അപ്പം ദ പ്രോബ്ലം ഇസ് നോട്ട് ദാറ്റ്, ആൻഡ് ഹീ ഈസ് നെവർ, അയാളൊരു മുസ്ലിം നാമധാരിയാണ്. മുസ്ലിംസിനോടോ ഒന്നും അല്ല അയാളുടെ ഇത്. അയാളുടെ അഭിപ്രായമുള്ള ഒപ്പീനിയൻ ആ പുസ്തകത്തിൽ എഴുതി എന്നുള്ളതാണ്. പക്ഷെ അതിനെ റാഡിക്കലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ അയാൾക്കെതിരെ ഒരു പടയൊരുക്കം നടത്തി. സോ ദ പീപ്പിൾ ഹു ആർ അഗെയിൻസ്റ്റ് സൽമാൻ റഷ്ദി ആർ പീപ്പിൾ ഹു ആർ റാഡിക്കലൈസ്ഡ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അയാൾ മതത്തിൻ്റെ കാര്യത്തിൽ അയാൾ പറഞ്ഞു, മതത്തിന് ഒരു കാലത്ത് ചിലപ്പം മനുഷ്യൻ്റെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടി മതം എന്നുള്ള കോൺസെപ്റ്റ്, ഇസ്ലാം മതം എന്ന് മാത്രമല്ല പലതരം മതങ്ങളും, ഇപ്പം സൂര്യചന്ദ്രന്മാരെ എന്താ പറയുക പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ മരങ്ങളെ പ്രാർത്ഥിക്കുന്നത്, പ്രകൃതിയെ പ്രാർത്ഥിക്കുന്നത്, അപ്പം പലതിനെയും നമ്മളെ സംരക്ഷിക്കാൻ വേറെ ആരോ ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ ചിന്തിച്ച് ചിലപ്പോൾ മതത്തിന് ആ ഒരു ലോകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഒരു റോള് അതിനുണ്ടായിരിക്കാൻ മതി ഒരു കാലത്ത്. പക്ഷെ പിന്നെ ശാസ്ത്രമൊക്കെ പിന്നെ വരുമ്പോൾ മതത്തിൻ്റെ ഇമ്പോർട്ടൻസ് പല മേഖലകളിലും കുറഞ്ഞു വന്നു. ഇന്ന് മതം എന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ റെലവൻസും ഇമ്പോർട്ടൻസും പലരും കാണുന്ന വ്യക്തിപരമായ ജീവിതത്തിലും അവർക്ക് തരുന്ന ഒരു സൊളാസിലും ഒക്കെയാണ്. അല്ലാണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ജോലി ചെയ്യുന്ന സമയത്ത് മതം, എൻ്റെ ജോലിയോ വേറൊരാളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിലൊന്നും മതം എന്നുള്ളത് ഒരു വിഷയമേ അല്ല, അപ്രസക്തമാണ്. മതവിശ്വാസികൾ, ഞാൻ അമ്പലത്തിലും പള്ളിയിലൊന്നും പോകാത്തതുകൊണ്ട് അവിടെയും പോകാത്തതുകൊണ്ട് എനിക്ക് ഒരു ഇൻട്രാക്ഷൻസും മതമായിട്ടുള്ളൊരു മതത്തിൻ്റെ ആവശ്യമേ ഇല്ല എനിക്ക്. അങ്ങനെ ധാരാളം ആൾക്കാർ ഈ ലോകത്തുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് മതമെന്നും വിശ്വാസമെന്നും സ്പിരിച്വാലിറ്റി എന്നുള്ളതൊക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ ഒരു പീസ് ഓഫ് മൈൻഡിന് ആവശ്യമുണ്ടായിരിക്കാൻ മതി. പക്ഷെ ഇതൊന്നും അല്ലാതെ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്ന ആൾക്കാർ യൂട്യൂബിലൊക്കെ മതത്തിനെ പറ്റി
മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും റേസിൻ്റെ പേരിലും റാഡിക്കലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മളുടെയൊക്കെ ചുറ്റുമുണ്ട്. അവരെ മനസ്സിലാക്കുകയും അവർ നമ്മളുടെയൊക്കെ തന്നെ യങ്ങർ ജനറേഷനെ റാഡിക്കലൈസ് ചെയ്ത് സ്പോയിൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. അവിടെ സൽമാൻ റുഷ്ദിയുടെ ആ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത് ആരുമാവാം എന്നുള്ളത് കൊണ്ടാണ് അയാളുടെ പേര് സൽമാൻ റുഷ്ദി എടുത്തു പറയാത്തതെന്ന് എനിക്ക് തോന്നി. അസാസിൻ എന്നുള്ളതിന് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ ആരുമാവാം. അതായത് ആ നിങ്ങളെ വീട്ടിലാവാം, എൻ്റെ വീട്ടിലാവാം, ആരുടെയും വീട്ടിലാവാം. കാരണം ഏതൊരു ചെറുപ്പക്കാരനെയോ ചെറുപ്പക്കാരിയോ റാഡിക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മളെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, എല്ലാ വിഭാഗത്തിൽ നിന്നും. ഇപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും, നമ്മൾ പിന്നെ ഇസ്ലാം മതവിശ്വാസി അല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ളത്. അല്ല, ഇസ്ലാം മതവിശ്വാസം മാത്രമല്ല, നിങ്ങൾ റേസിൻ്റെ മുകളിൽ റാഡിക്കലൈസ് ആവാം, നിങ്ങൾ കൾട്ടുകളുടെ ഭാഗമായിട്ട് റാഡിക്കലൈസ് ആവാം, അങ്ങനെ പല രീതിയിലും റാഡിക്കലൈസ് ആവാം. പലതും നമുക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ദിസ് ബുക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ വൺ ആസ്പെക്ട്. എനിക്ക് തോന്നുന്നത് ഈ റാഡിക്കലൈസേഷൻ എന്നുള്ള സംഭവം പല ഫോമിലും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ കോഷ്യസ് ആവുക എന്നുള്ളത്. പിന്നെ എഴുത്തുകാർക്ക് വേണ്ട ഫ്രീഡം, ദ റൈറ്റേഴ്സ് ഫ്രീഡം ടു റൈറ്റ്, അങ്ങനെ ഇത്ര റൈറ്റർ ഇൻ എക്സൈൽ എന്നുള്ള രീതിയിൽ ജീവിക്കേണ്ട ഒരു സ്ഥിതി അത് വളരെ പ്രാകൃതമാണ്. ഈ ഫത്വ എന്നുള്ള നിയമങ്ങളൊക്കെ വളരെ പ്രാകൃതമാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഭവം. ആ റിക്കവറിയൊക്കെ ഇയാൾ എഴുതുന്നത് അത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു കൺസ്യൂം. കാരണം അത്രയും ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനാണ് വാട്ട് ഹി ഗോസ് ത്രൂ. അതിൻ്റെ റിലേഷൻഷിപ്പ് ഇയാൾ പറയുന്നുണ്ട്. മരണം നമ്മളുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മളുടെ ആൾക്കാർ നമ്മളിൽ നിന്നും ദൂരെ മാറിപ്പോകുന്നുവെന്ന്. അപ്പം കൈൻഡ്നെസ്, ലവ്, ഇങ്ങനത്തെ സാധനത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് വരുന്നു. ശരിയാണ്, നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ, മരണം നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളിൽ നിന്ന് ദൂരെ 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 പോകുന്ന മാതിരി തോന്നുന്നത്, ഭയങ്കര ലോൺലി ആയി ഫീൽ ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ഉണ്ടാകുന്ന മാനസിക ഒരു ദ ടെൻഷൻ ദാറ്റ് ഹി ഹാസ്, the psychological problems that he has, because he doesn't know whether it is worth it. കാരണം രണ്ട് കണ്ണിൻ്റെയും നഷ്ടപ്പെടുമോ, ഒരു കണ്ണാണോ, കണ്ണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും, എഴുതാൻ പറ്റിയില്ല എങ്ങനെ ജീവിക്കാൻ പറ്റും, അതിൽ കൂടിയൊക്കെ the book goes. It's not a very big book, but I think it's a book. And സൽമാൻ റുഷ്ദിയോട് ചോദിക്കുന്നുണ്ട് ആരൊരാൾ, ഹീസ് ടെല്ലിങ് ഇൻ ദിസ്, ഇന്ന് സത്താനിക് വോയ്സ് എന്നുള്ളൊരു പുസ്തകം എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുമോ എന്നുള്ളത്. അയാൾ പറഞ്ഞു, എൻ്റെ നല്ല പുസ്തകങ്ങളിൽ ഏറ്റവും നല്ലതൊന്നല്ല സാത്താനിക് വേഴ്സസ്. എന്നോട് ഞാൻ എഴുതിയ പുസ്തകങ്ങൾ 4 പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സാത്താനിക് വേഴ്സസ് അതിൽ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് എത്രയോ പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പല ആൾക്കാരും പറയുന്നുണ്ട്, പുസ്തകം വായിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് സാത്താനിക് വേഴ്സസ് ഇസ് നോട്ട് ഇസ് മേജർ ബെസ്റ്റ് ലിറ്ററേച്ചർ വർക്ക് ഓർ സംതിങ്, ബട്ട് ഇറ്റ് ജസ്റ്റ് ബിക്കെയിം കോൺട്രവേഴ്ഷ്യൽ. ഇന്ന് അത് എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് അയാൾ പറഞ്ഞത്. കാരണം ഇൻ ഹൈൻസൈറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ 30 to 40 years he had to go through this life in exile. Was it all worth എന്നുള്ളൊരു ചോദ്യം ആണ് സൽമാൻ റുഷ്ദി ചോദിക്കുന്നത്. ഏറ്റവും നല്ല പുസ്തകമല്ല എന്നറിയുമ്പോൾ ആ പുസ്തകം എഴുതുന്നതിൽ ഇത്രയും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇൻ ഹൈൻസൈറ്റ് വുഡ് ഐ വാണ്ട് ടു റൈറ്റ് ദിസ് ബുക്ക്? And it's a very important question. നിങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് സൽമാൻ റുഷ്ദിയുടെ പുസ്തകങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ, സൽമാൻ റുഷ്ദീനെ ഇഷ്ടമല്ലെങ്കിൽ, ഈ ഫത്വ എന്നുള്ളതിൽ നിങ്ങൾക്ക്, അതായത് ഫത്വ എന്ന് പ്രാകൃതമാണ് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ, അതല്ല നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുണ്ടെങ്കിലും നിങ്ങൾ നൈഫ് വായിക്കണം. കാരണം ഇതിലെ ആ അസാസിൻ എന്നുള്ള ആ ചെറുപ്പക്കാരൻ, അയാൾ നിങ്ങളെ വീട്ടിലും ഉണ്ടാവാം, എൻ്റെ വീട്ടിലും ഉണ്ടാവാം. ആ ഒരു പോസിബിലിറ്റി മനസ്സിൽ കണ്ടുകൊണ്ട് വായിക്കണം നൈഫ്. നബിനങ്ങനെയാക്കാം.